Hi dear friends, welcome back to another episode of my YouTube channel. My name is Ibad Rahman. ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഗൂഗിൾ മൈ ബിസിനസ്സിനെ കുറിച്ചാണ്. എന്താണ് ഗൂഗിൾ മൈ ബിസിനസ്? ഗൂഗിൾ മൈ ബിസിനസ് എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. നിങ്ങളൊരു ആർട്ടിസ്റ്റോ ഓർഗനൈസേഷനോ ബിസിനസ്മാനോ ആകാം. നിങ്ങളുടെ ഓൺലൈൻ പ്രസൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഗൂഗിൾ മൈ ബിസിനസ്. ഗൂഗിൾ മൈ ബിസിനസ്സിൽ നിങ്ങളുടെ ഇൻഫർമേഷൻസ് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗൂഗിളിലും ഗൂഗിൾ മാപ്പിലും നമ്മളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാകും. ഇതുവഴി കസ്റ്റമേഴ്സിന് ഈസി ആയിട്ട് നമ്മളിലേക്ക് സമീപിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഗൂഗിൾ മൈ ബിസിനസ്സിൽ ലിസ്റ്റ് ചെയ്ത ഒരു ടീ ഷോപ്പിനെ നമുക്ക് കാണാം. ടീ ഷോപ്പ് ഇൻ കൊച്ചി എന്ന് സെർച്ച് ചെയ്തപ്പോൾ കണ്ട റിസൾട്ടാണിത്. ഇത് എല്ലാം ഗൂഗിൾ മൈ ബിസിനസ്സിലൂടെ ലിസ്റ്റ് ചെയ്തേക്കുന്ന ഷോപ്പുകളാണ്. നമുക്ക് ഏതെങ്കിലും ഒരു ഷോപ്പിൽ ക്ലിക്ക് ചെയ്യാം. ഞാൻ പപ്പടവട എന്ന ഷോപ്പിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ആ ഷോപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വന്നിരിക്കുകയാണ്. അവരുടെ അഡ്രസ്സ് ഉണ്ട്, അവരുടെ ഫോട്ടോസ് ഉണ്ട്, കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ് ഉണ്ട്. ഇതെല്ലാം ഗൂഗിൾ മൈ ബിസിനസ്സിലൂടെ ലിസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഫീച്ചേഴ്സ് അവർക്ക് കിട്ടിയത്. ഫോൺ നമ്പർ ഉണ്ട്, അവരുടെ ഫോൺ നമ്പർ വേണമെങ്കിൽ നമുക്ക് കിട്ടും. ആ ഷോപ്പിലേക്ക് പോകാനുള്ള റൂട്ട് മാപ്പ് എല്ലാം അവൈലബിൾ ആണ്. ഇനി എങ്ങനെയാണ് നമ്മുടെ ഒരു ബിസിനസ്സിനെ ഇതുപോലെ ലിസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഗൂഗിൾ മൈ ബിസിനസ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം google.com/mybusiness എന്ന് അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്യുക. ഗൂഗിൾ മൈ ബിസിനസ്സിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ടോപ്പ് സൈഡിലായിട്ട് സൈൻ ഇൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ജിമെയിൽ ID വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ആഡ് യുവർ ബിസിനസ് എന്ന് പറയുന്ന ഒരു ഡാഷ്ബോർഡിലേക്ക് വരും. ഇതിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ പേര് ആദ്യം എൻ്റർ ചെയ്ത് കൊടുക്കുക. ബിസിനസ് ഏത് കാറ്റഗറിയിലാണോ വരുന്നത് ആ കാറ്റഗറി കൊടുക്കുക. ഇനി സെറ്റ് മാർക്ക് ലൊക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതായത് എവിടെയാണോ നമ്മളുടെ ലൊക്കേഷൻ അത് നമ്മൾ മാർക്ക് ചെയ്യുക. ഗൂഗിൾ മാപ്പിൽ പോയിട്ട് ഈ പോയിന്റർ നമുക്ക് എവിടെയാണോ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, ദെൻ അക്സെപ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഒരു വെരിഫിക്കേഷൻ ബോക്സ് വരുന്നതാണ്. നമ്മുടെ പോസ്റ്റിലൂടെ ഗൂഗിൾ ഒരു വെരിഫിക്കേഷൻ കോഡ് അയക്കണം. അതിന് റിക്വസ്റ്റ് നമുക്ക് കൊടുക്കാം. മെയിൽ കൊടുത്തിട്ട് ഏതാണോ ആ കൺസേൺ പേഴ്സൺ, ഇപ്പോൾ നമ്മുടെ പേര് കൊടുക്കുക. സെൻഡ് പോസ്റ്റ് കോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1-2 ആഴ്ചക്കുള്ളിൽ ഒരു പോസ്റ്റ് കോഡ് ഗൂഗിൾ നമ്മുടെ അഡ്രസ്സിലേക്ക് അയക്കുന്നതാണ്. ആ പോസ്റ്റ് കോഡിലുള്ള കോഡ് എൻട്രി ചെയ്താൽ മാത്രമേ ഇത് വെരിഫൈഡ് ആവുകയുള്ളൂ. ആ പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു ഡാഷ്ബോർഡ് വരാം. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് എഡിറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയ എഡിറ്റ് ചെയ്യാം. ആഡ് അവേഴ്സ്, എത്ര സമയം മുതലാണ് നമ്മളുടെ വർക്കിംഗ് അവേഴ്സ് എന്നുള്ള കാര്യം നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്ലൈ കൊടുക്കുന്നു. നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുക്കാം. നമ്മളവിടെ കൊടുത്തുന്ന ഫോൺ നമ്പറാണ് ഇവിടെ ഡിസ്പ്ലേ ആവുന്നത്. ഇങ്ങനെയാണ് ഗൂഗിൾ മൈ ബിസിനസ്സിൽ നമ്മളുടെ ഇൻഫർമേഷൻസ് എൻ്റർ ചെയ്യുന്നത്. നെക്സ്റ്റ് ബട്ടൺ ഫോട്ടോസാണ്. ഈ ഫോട്ടോസ് ബട്ടൺ നമ്മുടെ ഓഫീസിൻ്റെ ഫോട്ടോസ്, കവർ ഫോട്ടോ നമുക്ക് ചൂസ് ചെയ്യാം. കവർ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഏരിയയാണ് കവർ ഫോട്ടോ എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രൊഫൈൽ ഫോട്ടോ നമ്മൾ ഫേസ്ബുക്കിലേക്ക് ആഡ് ചെയ്യുന്ന പോലെ നമ്മുടെ ഒരു പ്രൊഫൈൽ ഫോട്ടോ, അത് നമ്മുടെ കമ്പനിയുടെ ലോഗോ ഉണ്ടെങ്കിൽ അത് വെച്ചാൽ നന്നായിരിക്കും. ഇൻറ്റീരിയറിൻ്റെ ഫോട്ടോ, നമ്മുടെ ഓഫീസിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഫോട്ടോ ആഡ് ചെയ്യാം. എക്സ്റ്റീരിയറിൻ്റെ ഫോട്ടോ ആഡ് ചെയ്യാം. നമ്മുടെ വർക്ക് സ്പേസ് ആഡ് ചെയ്യാം. ടീം, നമ്മുടെ ടീമിൻ്റെ ഫോട്ടോസ് ആഡ് ചെയ്യാം. ഇത്രയും കാറ്റഗറിയിൽപ്പെട്ട ഫോട്ടോസ് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു പ്രൊഫഷണൽ ലുക്ക് തന്നെ ആ ഒരു പ്രൊഫൈലിന് കിട്ടുന്നതാണ്. ഇങ്ങനെയാണ് ഗൂഗിൾ മൈ ബിസിനസ്സിൽ ഡാറ്റാസ് എൻ്റർ ചെയ്യുന്നത്. ഗൂഗിൾ മൈ ബിസിനസ്സിൽ നിങ്ങളുടെ സ്ഥാപനത്തെ ലിസ്റ്റ് ചെയ്യുന്ന രീതി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് അതിന് പ്രോപ്പറായിട്ട് മറുപടി തരുന്നതാണ്. പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ.